ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 147/2013. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ സി കുന്തിപ്പുഴ. രാസവസ്തുക്കളുടെ രാജാവ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഏത്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? ഓപ്ഷൻ സി റിസാറ്റ് 1. ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി 2010. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ഓപ്ഷൻ എ റൂസോ. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ ബി 1941. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീല വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി യൂറോപ്പ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഏത്? ഓപ്ഷൻ സി കബഡി. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ഒറീസ. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏത്? ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. കാനിസ് ഫെമിലിയാരിസ് ഏതു ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? ഓപ്ഷൻ എ നായ. 2007 അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏത്? 2007 അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം? ഓപ്ഷൻ സി 4 പെണ്ണുങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര്? ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം? കേന്ദ്രനാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടെക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ഓപ്ഷൻ സി അൾഷിമേഴ്സ്. പ്രപഞ്ചത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. ഓപ്ഷൻ ബി യൂറി ഗഗാറിൻ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി കൊല്ലം. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏത്? നഗരം ഓപ്ഷൻ ബി ബാങ്കോക്ക്. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്? ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്? ഓപ്ഷൻ എ ബോധേശ്വരൻ. ചിങ്ങം 1 ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി കർഷക ദിനം.
മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടന. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറി സംഘടന. ഓപ്ഷൻ ബി BEM. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഓപ്ഷൻ സി സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ എ മറയൂർ. മറയൂർ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ സി കേരളം. കേരളം. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഇന്ദിരാക്കോൾ. ഇന്ദിരാക്കോൾ. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ഒറീസ. ഒറീസ. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി തമിഴ്നാട്. തമിഴ്നാട്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഓപ്ഷൻ എ ജാർഖണ്ഡ്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗ. ഓപ്ഷൻ ഡി ഗുൽബർഗ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യ സഞ്ചാരി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി. ഓപ്ഷൻ എ നിക്കോളോ കോണ്ടി. നിക്കോളോ കോണ്ടി. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഓപ്ഷൻ ഡി പത്താൻകാർ. പത്താൻകാർ. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ സമ്മേളനം. ലാഹോർ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ഓപ്ഷൻ ബി കോൺവാലിസ്. കോൺവാലിസ്. ആനന്ദമഠം രചിച്ചത്. ആനന്ദമഠം രചിച്ചത്. ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ബെൽഗ്രേഡ്. ബെൽഗ്രേഡ്. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കണ്ട് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രി. ഓപ്ഷൻ സി മുഖ്യമന്ത്രി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ മുംബൈ. മുംബൈ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊടുത്ത പദ്ധതി. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊടുത്ത പദ്ധതി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഓപ്ഷൻ ബി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ. ഓപ്ഷൻ സി സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം. ഓപ്ഷൻ എ വിദ്യാഭ്യാസം. അഫ്സഫ കരിനിയമത്തിനെതിരെ പോരാട്ടം തുടരുന്ന മനുഷ്യാവകാശ പ്രവർത്തക. അഫ്സഫ കരിനിയമത്തിനെതിരെ പോരാട്ടം തുടരുന്ന മനുഷ്യാവകാശ പ്രവർത്തക. ഓപ്ഷൻ ഡി ഇറോം ഷാനു ശർമിള. ഇറോം ഷാനു ശർമിള. ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ്. ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്.
കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. താഴെ പറയുന്നവയിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. താഴെ പറയുന്നവയിൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. ഓപ്ഷൻ എ സിറ്റിസൺ ഫോർ ഡെമോക്രസി. താഴെ പറയുന്നവയിൽ സൈബർ കുറ്റകൃത്യങ്ങളിലെ ഉപകരണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി പ്രസ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.